കാര്യം അച്ഛൻ മരിച്ചപ്പോഴേ സൗഭാഗ്യ ഡൗൺ ആണ്. അത് കഴിഞ്ഞ് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അപ്പം സൗഭാഗ്യ പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയായി. സൗഭാഗ്യം മാത്രമല്ല ടീച്ചർ എല്ലാവരും. കാര്യം നമ്മളെ ഫാമിലി പെട്ടെന്ന് ഭയങ്കര വലുതായി. കാര്യം എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്താണോ എന്തോ നമ്മൾ മറ്റേ ഇച്ചിരി സിനിമയിലേക്ക് ഉള്ള പോലെ ആയിപ്പോയി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു 2 വർഷമായപ്പോൾ തന്നെ എൻ്റെ ചേട്ടത്തിയും പപ്പയൊക്കെ മരിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അമ്മ മരിച്ചു. വീണ്ടും നമ്മൾ ചെറിയ ഫാമിലി ആയി. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് നമുക്ക് ഇതുവരെയായിട്ട് മാറുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അച്ഛനും അമ്മയും എന്നുമേ മിസ് ചെയ്യും. എനിക്കാണെങ്കിൽ സ്റ്റിൽ എനിക്ക് ഇങ്ങനെ ഓരോ മൊമെൻറ്റിലും സൗഭാഗ്യം പറഞ്ഞ എനിക്കും തോന്നും. സൗഭാഗ്യം പക്ഷേ എനിക്ക് മോളെ ഇത് കാണുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛനുണ്ടെന്ന് എന്ത് കാര്യമായിട്ട് നോക്കിയാൽ അല്ലേ ചേട്ടാന്ന് പറഞ്ഞാൽ അതേപോലെ എനിക്കും തോന്നും. എൻ്റെ പപ്പ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സൗഭാഗ്യയുടെ കേസിൽ എനിക്കത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മക്കൾ എൻ്റെ ചേട്ടൻ ഇത്രയും വലുതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചേട്ടൻ്റെ മക്കളെ എൻ്റെ പപ്പ എങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ മോളെ നോക്കാൻ പറ്റത്തില്ല. എനിക്കറിയാം ഇതെൻ്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, ഇതെൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഒരു കാണിക്കാനായിട്ട് അവരില്ല. അപ്പം നമുക്ക് അതിന് പകരം വേറെ ആരെ കാണിച്ചിട്ടും കാര്യമില്ല. അതൊരു ഭയങ്കര നെഞ്ചുവേദന തന്നെയാണ്.